ഹായ് ഡാലി കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെമി മൊഡാൾ സിൽക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്കാണ്. നമ്മൾ നേരത്തെയും കൊണ്ടുവന്ന സെറ്റായിരുന്നു. നമുക്ക് കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നല്ലോ, കുറച്ച് പീസ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ കുറേ പീസ് വേണ്ടി റീസ്റ്റോക്ക് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറായിട്ടും ചെറിയൊരു പാർട്ടി വെയറായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന സെറ്റാണ്. സെമി മൊഡാലാണ് ഫാബ്രിക് വരുന്നത്. യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അജ്രക് പ്രിന്റിന്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലെല്ലാം ഒറിജിനൽ മിറേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ഹെവി ഫീൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ബോഡിയൊക്കെ വരുന്നത്. നമ്മൾ സെമി മോഡൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഫുൾ അജ്രക് പ്രിന്റിൽ വരുന്ന സെറ്റുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നത്? ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് യോക്കിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ പ്രിന്റുകളും പ്ലസ് ഇതുപോലെ മിറേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് 49 ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. 49-50 ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. കാരണം ഒതുങ്ങി നന്നായിട്ട് കിടക്കുകയും ചെയ്തോളും. ഒരുപാട് അങ്ങ് ചൂടൊക്കെ എടുക്കുന്ന മെറ്റീരിയലും അല്ല കേട്ടോ. അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പം ഇതിന്റെ സെറ്റിന്റെ സ്ലീവ് എൻഡിലേക്ക് നമുക്ക് ഈ ഒരു ചെറിയ ബോർഡർ, ഈ ഒരു ബോർഡർ സ്ലീവിന്റെ എൻഡിലും വരും. ഞാൻ അടുത്ത സെറ്റ് എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ബോർഡർ സ്ലീവ് എൻഡിലേക്ക് കൊടുക്കാൻ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെയാണ്. ഷോള് ഹെവി ആയിട്ടുള്ള ഷോള് തന്നെയാണ് കേട്ടോ. ഷോളാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന്. വൺ സൈഡൊക്കെ നമുക്ക് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള അജ്രക് പ്രിന്റ് പ്ലസ് അതിനകത്ത് ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷോൾ എൻഡിലേക്ക് വരുമ്പോൾ അതാ ഇങ്ങനെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിന്റുകളും അതിനുള്ളിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഹെവി ആയിട്ട് തന്നെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നന്നായിട്ട് ഒതുങ്ങി കിടക്കും. ഈവൻ നമുക്ക് തലയിലൊക്കെ ഇടുവാണെങ്കിലും തട്ടായിട്ടൊക്കെ ഇടുവാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഷോള് തന്നെയാണ്. 2.25 മീറ്ററാണ് ഷോളിന് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നതും സെയിം ടോണിൽ തന്നെ ആ ഒരു ഫാബ്രിക്കും സെമി മൊഡാളിന്റെ ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോൾ ബോട്ടത്തിന്റെ എൻഡിൽ നമുക്ക് ആ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇത് കണ്ടോ, ബോട്ടത്തിന്റെ എൻഡിൽ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ചെറിയ ബോർഡർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തും ടോപ്പിന്റെ ബോട്ടത്തിന്റെ എൻഡിലേക്ക് ഈ ഒരു ബോർഡർ ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1220 ആണ്. നമുക്ക് ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിനകത്തും പ്രിന്റുകൾ വരുന്നത് പോലെ അജ്ര പ്രിന്റുകൾ പ്ലസ് അതിനകത്തേക്ക് ഇതുപോലെ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. നല്ല രസമായിട്ട് കിടക്കും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സ്ലീവ് എൻഡിൽ വരുന്ന ബോർഡർ ഇത് കണ്ടോ. നമുക്ക് സ്ലീവിലേക്ക് കൊടുക്കാനുള്ള ബോർഡർ ഇവിടെ അറ്റാച്ച് ചെയ്ത് അതിലും പിറവൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും ആ ഒരു സെയിം ടോണിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ബോട്ടത്തിൽ കൊടുക്കാനുള്ള ആ ഒരു ബോർഡറും ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മേലേക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത് ബോട്ടം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിലും ബോട്ടത്തിൽ എൻഡിലേക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബോർഡർ അവിടെ അവൈലബിൾ ആണ്. എങ്ങനെ വരുന്നു? ഷോള് വരുന്നത് ഇതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം പ്രിന്റുകളും സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലേക്കും വരുന്നത്. ആ ഒരു കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റുകളും അതുപോലെ തന്നെ സ്റ്റോൺസും ആഡ് ചെയ്തിട്ടുണ്ട്. ഷോളിൻ്റിലേക്ക് ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. ഇതിൽ പ്രിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട്, പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. സ്ലീവ് എൻഡിലേക്ക് ബോർഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം മെറ്റീരിയലും ബോർഡേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോട്ടവും ടോപ്പും എല്ലാം ഒരേ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലുമാണ് കേട്ടോ വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ ഷോളിനും പ്രിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, ആ ഒരു പ്രിന്റുകളുടെ ആ ഒരു ഭംഗിയും പ്ലസ് അതിനുള്ളിലേക്ക് സ്റ്റോൺസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. കുഞ്ഞി ബോർഡർ വരുന്നുണ്ട്. ആ ബോർഡറിൽ കൂടെ എല്ലാം സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷോളിലേക്ക് വരുമ്പോഴും കുറച്ച് ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ആ ഒരു റെഡിഷ് മെറൂൺ കണ്ടതിൻ്റെ ഏകദേശം ആ ഒരു പാറ്റേണിലേക്കാണ് ഇതിൻ്റെ പ്രിന്റുകൾ വരുന്നത്. ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതാ സ്ലീവിൽ വെക്കാനുള്ള ടോപ്പിന്റെ സ്ലീവിലും ബോട്ടത്തിന്റെ എൻഡിലേക്കും വെക്കാനുള്ള അതെല്ലാം പാറ്റേൺ എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് ഷോള് കാണാനായിട്ട്. ഇത് കണ്ടോ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു റെഡിഷ് മെറൂണിന്റെ സെയിം പാറ്റേണിലേക്ക് തന്നെയാണ് ഇതും വരുന്നത്. നല്ല ഹെവി ഫീൽ തരുന്ന ഷോളാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്ലെയിൻ സെറ്റിന്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് നല്ല ഷോളാണ് കേട്ടോ. അജര പ്രിന്റുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഇതാ
ഇങ്ങനെയാണ് ഇതിന്റെ യോക്കിൽ ആ ഒരു വർക്ക് വരുന്നത്. പാച്ച് വർക്ക് ഇതുപോലെ വരുന്നു. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോർഡേഴ്സ് സ്ലീവിലും ബോട്ടത്തിന്റെ എൻഡിലേക്കും വരുന്നുണ്ട്. ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ. ഇതാ കണ്ടോ, എന്ത് ഭംഗിയാ. രണ്ട് കുഞ്ഞ് ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോർഡറിലെല്ലാം സ്റ്റോൺസ് വരുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ ബോഡിയിലേക്കും വരുന്നുണ്ട്. ഷോളിന്റെ എൻഡിലേക്ക് ഇതാ ഇങ്ങനെ വിത്ത് ടാസലോട് കൂടിയിട്ട് വരുന്നു. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. പ്രിന്റുകളെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് എൻഡിലേക്കുള്ളത് ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോട്ടത്തിലും ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ഷോള് വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു പേർപ്പിൾ ഷെയ്ഡിലെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോള് വരുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്ക് തന്നെയാണ്. പ്രിന്റുകളും പാറ്റേണും വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവ് എൻഡിലേക്കും ബോട്ടത്തിന്റെ എൻഡിലേക്കും വരുന്ന ആ ഒരു പാറ്റേൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടത്തിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ. നല്ല ഫാബ്രിക് ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിലേക്കും ആ ഒരു പ്രിന്റുകൾ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. നല്ല രസമുള്ളതാണ് എല്ലാ ഷോളും. ഷോൾ തന്നെ ശരിക്കും അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോള് തന്നെയാണ്. കാരണം അത്രയും ഹെവി ആയിട്ട് നല്ല പ്രിന്റുകളുമാണ്. അതുപോലെ നല്ല ആ ഒരു സ്റ്റോൺ വർക്കും കൊണ്ട് വരുമ്പോൾ ഇതാണ് ഷോളിന്റെ എൻഡിലേക്ക് വരുന്ന ആ ഒരു പാറ്റേൺ. ഇങ്ങനെ വരുന്നു വിത്ത് ടാസലോട് കൂടിയിട്ട്. പ്രൈസ് ഇതിന്റെയും സെയിം ആണ്. അടുത്തത് നോക്കാം. ഇത് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന പ്രിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിലേക്ക് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ബോട്ടം മെറ്റീരിയലിലേക്കും വരുന്നുണ്ട്. ഇതുപോലെ ബോർഡർ ഇതുപോലെ സ്ലീവിൽ നമുക്ക് ടോപ്പിന് സ്ലീവിലും വെക്കാനായിട്ട് ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഷോളിന്റെ സെയിം പ്രിന്റുകളും പാറ്റേണുമാണ്. കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നല്ല ഭംഗി. വൺ സൈഡൊക്കെ ഇട്ട നല്ല രസമായിട്ട് ഈവൻ തട്ടായിട്ടൊക്കെ ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഷോളിന്റെ എൻഡ് ഭാഗത്തേക്ക് നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 1220 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് നമുക്ക് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.